ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മാങ്ങക്കറി ഉണ്ടാക്കിയാലോ. അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങക്കറി. അതിനായി 2 സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി പൊടിയായി അരിഞ്ഞ് ചേർക്കുക. 4 പച്ചമുളക് നെടുകെ കീറി ഇട്ടതിന് ശേഷം ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി കൈവച്ച് നന്നായി തിരുമ്മിയെടുക്കുക. അത് തിരുമ്മിയത് നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് ഇറക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാങ്ങാക്കറി എന്ന് പറഞ്ഞിട്ട് മാങ്ങ എവിടെയെന്ന്. മാങ്ങ ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നില്ല. മാങ്ങ പെട്ടെന്ന് കലങ്ങിപ്പോകും. 2 സവാളയ്ക്ക് ഞാൻ 1 മാങ്ങയാണ് എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. അത് നന്നായി നീളത്തിൽ ഇച്ചിരി കനമായിട്ട് അരിഞ്ഞെടുക്കുക. ഈ മാങ്ങയിലേക്ക് 1 ടീസ്പൂൺ ചൊറുക്കയും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒന്ന് തിരുമ്മി മാങ്ങ അവിടെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് തേങ്ങാപ്പാലിനായി 1 മുറി തേങ്ങ നന്നായി ചിരണ്ടി മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞാൽ മാക്സിമം തേങ്ങാപ്പാൽ നമുക്ക് കിട്ടുന്നതാണ്. വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത പാല് മാറ്റി വയ്ക്കുക. പിന്നെ വെള്ളം ചേർത്ത് നല്ല കുറുകിയ ഒരു പാലും കൂടെ എടുക്കേണ്ടതാണ്. സവാള ഇങ്ങനെയൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ രണ്ടാമത് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാല് ചേർത്ത് അതിൻ്റെ ഒപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും ചേർത്ത് കൊടുക്കുക. രണ്ടാം പാലിൽ കിടന്ന് മാങ്ങ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ആദ്യം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല കട്ടിയുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ഒത്തിരി ഒഴിച്ച് തിളപ്പിക്കരുത്. അതിനു മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി മാങ്ങക്കറിയിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകും ഉലുവയും വറ്റൽമുളകും ചെറിയുള്ളിയും ചേർത്ത് അങ്ങ് താളിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി നല്ല മാങ്ങക്കറി ഇവിടെ റെഡിയാണ്. ഇങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.